ഇത് ഞാൻ ഇയാളെ കാണുക കേൾക്കും എനിക്ക് വേണ്ടത്. അയാൾ എനിക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന തന്നെയാണ്. ഈസ് നോ ബഡി ടു മീ. എന്തിനാണ് അത് എടുത്ത് വെച്ച് എന്നെ കാണിക്കുന്നത്? അല്ല, ആള് പറയുന്ന ഒരു സാധനം അയാൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. അമേരിക്കൻ പ്രസിഡന്റിനെ ഞാൻ തൊഴിക്കും ഞാൻ. കൊല്ലപ്പെട്ടു പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കറിയാം. വേറെ എന്നെ കൊണ്ട് വേറെ പ്രയോജനം ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ പറയാത്തത്. അത്തരത്തിൽ എനിക്ക് ആവശ്യമില്ലടോ ഈ ലോകത്തുള്ള ഒരു പുല്ലനെ ആവശ്യം. ഈ വിഷയങ്ങളിൽ സംസാരിക്കുന്ന അപ്പുറത്തേക്ക് വ്യക്തികൾ വിരൽ ചൂണ്ടി എനിക്ക് സംസാരിക്കുന്ന പകരം പോപ്പിരുന്നാലും മിണ്ടത്തില്ല. കാരണം ഈ പള്ളിയെ റെപ്രസെന്റേറ്റ് ചെയ്ത ഒരുത്തനെ ഞാൻ മിണ്ടില്ല. അല്ല, താൻ ചെറിയ ആളായെന്നല്ല, താൻ പോപ്പിന് തുല്യമാണ് എനിക്ക്. മനസ്സിലായോ? മോദി അവിടെ ഇരുന്നാലും മിണ്ടില്ല. അവന് വിട്ടുകളഞ്ഞ അവനൊന്നും മിണ്ടത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല, കൈ കൊടുക്കത്തില്ല. എന്തത്ര പല സംശയമുണ്ട? ദേ ആർ നോബഡി ടു. സുപ്രീം കോടതി എന്തിനാണ് സുപ്രീം കോടതി? നമുക്ക് എന്തിനാണ് സുപ്രീം കോടതി? സുപ്രീം ജനങ്ങൾ പരമാവധി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഇങ്ങനല്ലേ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് സുപ്രീം കോടതി ഉണ്ടാകുന്നത്? എന്താണ് ഈ സുപ്രീം? ഇതൊക്കെ രാജാക്കന്മാരുണ്ടാക്കിയതല്ലേ, ബ്രിട്ടീഷ് രാജാവ് ഉണ്ടാക്കിയതല്ലേ. അതെന്തിനാണ് നമ്മളത് തുടരുന്നത്? കോടതിയിൽ ഇപ്പം ചെന്നാലും ഒരു കസേര തനിക്ക് തരുമോ ഇരിക്കാൻ? ഈ മജിസ്ട്രേറ്റ് വരുമ്പോൾ എല്ലാവരും കൂടെ പഞ്ചപുച്ചവടക്കി എണ്ണീറ്റ് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇതൊന്നും ജനാധിപത്യമായിട്ട് ഒരു ബന്ധമില്ല. ഈ സംവിധാനങ്ങളാണ് തടസ്സം. ഇത് അഴിക്കാനാണ് പഞ്ചായത്ത് ഉണ്ടാക്കണമെന്ന് ശ്രമിച്ചത്. ത്രിതല പഞ്ചായത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവർ കിടപ്പുണ്ട്. ഞാൻ ഈ കേരളം ഒരു രാജ്യമായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെട്ടു. എന്നാൽ ഞാൻ വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം കേരളം രാജ്യമാണ്. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ അവന്മാരെ എന്നെ പൊക്കി ആ തീകാർ ജയിലിൽ കൊണ്ടുപോയി ഇടും. അതുകൊണ്ടാണ് അത് പറ്റാത്തത്. ഇത് ഞാൻ ഇയാളെ കാണുക കേൾക്കും എനിക്ക് വേണ്ടത്. അയാൾ എനിക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന തന്നെയില്ല. ഈസ് നോ ബഡി ടു മീ. എന്തിനാണ് അത് എടുത്ത് വെച്ച് എന്നെ കാണിക്കുന്നത്? അല്ല, ആള് പറയുന്ന ഒരു സാധനം അയാൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഇയാൾക്ക് വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. കൃത്യമായിട്ട് പറയുന്ന തനിക്ക് ചോദ്യം ഉണ്ടോ? അല്ല, അതിൽ പറഞ്ഞ തനിക്ക് അയാൾ പറയുന്ന സാധനം അയാളൊന്നും എനിക്ക് ഇല്ല. റെസ്പോണ്ട് ചെയ്യാനുള്ള ആളല്ല. അതുകൊണ്ട് അതിന്റെ മേളിൽ ഒരു ചർച്ചയില്ല. അല്ല, ആള് പറഞ്ഞു എത്തുന്നത് അയാൾ പറയുന്നത് കാണിക്കാതെ എനിക്ക് കാണണ്ട. ആള് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അയാൾ ചർച്ച, ഞാൻ അയാളെ അംഗീകരിച്ചിട്ട് എനിക്ക് അയാൾ ഹീസ് നോബഡി ടു മീ. അതൊന്നും ഞാൻ എടുക്കത്തേ ഇല്ല. തനിക്ക് ചോദ്യം ഉണ്ടോ? അല്ല, കൃത്യമായിട്ട് ആള് ഞാൻ കേൾക്കത്തില്ലടോ. ഞാൻ കേൾക്കാതെ എന്നെ കേൾപ്പിക്കാതെന്ന് ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ഒരു മുഖം ഉണ്ടാക്കാൻ ഞാൻ കാണത്തില്ല, കേൾക്കത്തില്ല. ഇത് ആ ആളുകളൊന്നും എന്റെ ലോകത്തില്ല. അല്ല, ഓൾറെഡി മൈൽമാര് പറഞ്ഞു അത്തരത്തിൽ മൈത്രനുമായിട്ടൊരു സംവാദ വേദിക്ക് ഞാൻ ഒരു സാർത്ഥവാഹക സംഘം ഇങ്ങനെ പോവും. അവിടെ ഇഷ്ടം പോലെ ബഹളം വയ്ക്കുന്ന ജീവികളുണ്ടാവും. അതൊന്നും നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല. അത്ര അറിയണം. ഇയാൾ അത്രയും മനസ്സിലാക്കണം. ഞാൻ അവരെ അംഗീകരിച്ചിട്ടേ ഇല്ല. അറിയണമെന്നുള്ള ദിവസം ഇയാൾ ചോദിച്ചാൽ ഞാൻ പറയും. ഈ അത്തരത്തില് ഇപ്പൊ ഈ അഭിപ്രായങ്ങൾ തന്നെ ഇപ്പൊ രണ്ട് പക്ഷം വരും. എനിക്ക് രണ്ട് പക്ഷം ഇല്ല. അത്തരത്തില് വേറൊരു അഭിപ്രായം നിങ്ങൾ വരുന്ന സമയത്ത് അത്തരം വിഷയങ്ങളിൽ സംവാദവേദിക്ക് ഞാൻ തയ്യാറേ അല്ല. ഞാൻ ഒരു സംവാദം, ഞാൻ എന്നാ ഇവിടുത്തെ യുക്തിവാദികളുടെ സംവാദത്തിനൊക്കെ പോകത്തില്ലേ? ഞാൻ പോകത്തില്ല. എനിക്ക് സംവാദമില്ല. ശരിക്കും ഇത്തരത്തിൽ അഭിപ്രായം പറയുന്ന സമയത്ത് ഇത് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുന്നു. അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറയും. ഒപ്പം തന്നെ ഈ കേൾക്കുന്നവരത് അവരുടെ മനസ്സിലാക്കണമെന്ന് അങ്ങനെ ഒരു ചിന്ത. ഞാൻ പറഞ്ഞില്ല, ഇയാളിപ്പോ ചോദിക്കുമ്പോഴും ഞാൻ മറുപടി പറയുന്നുണ്ടല്ലോ. അത്രയാണ് ചെയ്യുന്നത്. പക്ഷെ തനിക്ക് അജണ്ട ഉണ്ടെന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ട്. അജണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയത്തില്ല, ഞാൻ വിട്ടുകളയും. അത്തരത്തിൽ എനിക്ക് ആവശ്യമില്ലടോ ഈ ലോകത്തുള്ള ഒരു പുല്ലനെ ആവശ്യമില്ല. ഈ വിഷയങ്ങളിൽ സംസാരിക്കുന്ന അപ്പുറത്തേക്ക് വ്യക്തികൾ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന എനിക്ക് പകരം പോപ്പിരുന്നാലും മിണ്ടത്തില്ല. കാരണം ഈ പള്ളിയെ റെപ്രസെന്റേറ്റ് ചെയ്ത ഒരുത്തനെ ഞാൻ മിണ്ടില്ല. അല്ല, താൻ ചെറിയ ആളായെന്നല്ല, താൻ പോപ്പിന് തുല്യമാണ് എനിക്ക്. മനസ്സിലായോ? മോദി അവിടെ ഇരുന്നാലും മിണ്ടില്ല. അവന് വിട്ടുകളഞ്ഞ അവനൊന്നും മിണ്ടത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല, കൈ കൊടുക്കത്തില്ല. എന്തത്ര പല സംശയമുണ്ട? ദേ ആർ നോബഡി ടു മീ. അല്ലാതെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാലൊന്നും സ്ഥാനങ്ങൾക്ക് വില കൽപ്പിക്കില്ല. അങ്ങനെ ഇല്ല. അത് അമേരിക്കൻ പ്രസിഡന്റാണ് ഞാൻ തൊഴിക്കും. ഞാൻ കൊല്ലപ്പെട്ടു പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്കറിയാം വേറെ എന്നെ കൊണ്ട് വേറെ പ്രയോജനം ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ പറയാത്തത്. അല്ലാതെ കൈ കൊടുക്കത്തില്ല. അല്ലാതെ ഈ സ്റ്റേജിൽ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് എന്താണ് വഴക്കട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ചാകുന്നത്.
ആ ചാകുന്നവന്മാരുടെ ഉത്തരവാദിത്വം ഇല്ലാതെ എന്നിട്ട് നേതന്യാഹ്യവും മറ്റവനും കൂടെ കൈ കൊടുത്ത് പിരിയുന്നത് നടക്കത്തില്ല, കൈ കൊടുക്കത്തില്ല. അവരുമായിട്ട് യുദ്ധമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്കും, പക്ഷേ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. റെസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് മനുഷ്യത്വപരമായിട്ട് ജീവിച്ച് വയ്ക്കുന്നതിനെയൊക്കെ ഞാൻ എടുക്കും, അല്ലാതില്ല. സാമൂഹ്യ ദ്രോഹികളുണ്ട്, അവരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അവരുമായിട്ട് ഒരു ഡിബേറ്റിന് ഞാൻ ട്രംപ് എങ്ങനെയാണ് ഇറാൻ്റെ മേളിൽ 4 ബോംബ് എന്ന് ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ്, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇട്ട് നോക്കിയിട്ടേ ഇല്ല. നേരത്തെ തന്നെ അവരോട് പറഞ്ഞ് അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം മാറ്റി. ട്രക്കിനകത്ത് സാധനം എല്ലാം മാറ്റി, അതിനുശേഷമാണ് നല്ല ബോംബ് ചെയ്ത്. എല്ലാവർക്കും അറിഞ്ഞൂടെ? ഇതൊക്കെ എല്ലാവർക്കും കാണാൻ. ഇന്നിത് എല്ലാം കാണാമെന്നെടുത്തിരുന്നിട്ട് പോലും ഇത് പറഞ്ഞോണ്ടിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് അങ്ങനെ നിൽക്കുന്നത്? അപ്പം അങ്ങനെ പറഞ്ഞാൽ നിൽക്കുമായിരുന്നെങ്കിൽ ആരംഭിക്കരുതെന്ന് പറഞ്ഞാലും നിൽക്കുമല്ലോ. എത്ര മനുഷ്യർ ലോൺ എടുത്ത് വെച്ച പെരയല്ലേ ഇടുക? അതല്ല, താനൊരു പെര വെച്ചിരിക്കുന്നത് പോലെ തന്നെയല്ലേ ഇടൂ. ഈ ഇസ്രയേലിൽ പെര വെച്ചതും ഗാസ സ്ട്രിപ്പിൽ പെര വെച്ചതും ടെഹ്റാനിലും ഇറാനിലും ഒക്കെ പെര വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? പാടുപെട്ട് ഓരോ വീട്ടുകാരുണ്ടാക്കിയ ആ പെരയാണ് അവന്മാർ ബോംബിട്ട് പരിശോധിച്ച് നോക്കുന്നത്. ഇത് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ എന്തിനായിരുന്നു അവന്മാർ തുടങ്ങിയെന്ന് പോലും നമുക്ക് മനസ്സിലാകും. മറ്റേ ഒന്നുമില്ലെങ്കിൽ ഗാസ അവന്മാർ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ദ്രോഹികളാണ്, അറപ്പാണ് എനിക്കവർ. പാവം പിടിച്ച ആൾക്കാരുടെ മണ്ടയിൽ കുറേ ബോംബ് ഇട്ട് അതുങ്ങളെല്ലാം ചത്ത് തീരും. ഇവന്മാർ ആരെങ്കിലും ചാവുമോ? യുദ്ധത്തിന് എത്ര വേണമെങ്കിൽ എന്താണ് പാകിസ്ഥാനിലെ പ്രസിഡന്റും ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററും കൂടെ ഗുസ്തി പിടിക്കട്ടെ, തോപ്പിക്കട്ടെ അവന്മാർ. അതല്ലേ ഏറ്റവും എളുപ്പം. അതെന്താ ചെയ്യാൻ പറ്റാത്തത്? പണ്ട് അങ്ങനെ ദന്ന് യുദ്ധത്തിന് വിളിക്കുമല്ലോ, തരക്കാർ തമ്മിൽ നടത്തട്ടെ, അവന്മാർ തമ്മിൽ നടത്തട്ടെ, ഷീയും എന്താണ് മോദിയും കൂടെ ഗുസ്തി പിടിക്കട്ടെ, നമ്മൾ സമ്മതിക്കുക. വെറുതെ എന്തിനാ നമ്മളെല്ലാം ചാകുന്നത്? തോറ്റെന്ന് സമ്മതിച്ചാൽ മതിയല്ലോ. ഇമാജിനറി ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള അതിരുകളെ പറ്റിയില്ലേ ആ പറയുന്നേ? 47-ന് മുമ്പ് അവിടെ ഒരു അതിരുണ്ടായിരുന്നുള്ളൂ. അപ്പം അപ്പോൾ ഉണ്ടായതല്ലെന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ അതിരുണ്ടാക്കാൻ പറ്റും, അതിരില്ലാതാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ബെർലിൻ വാളിൽ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വെടിവെച്ച് ആ മതിൽ കടക്കാൻ ശ്രമിച്ചവരെ മുഴുവൻ കൊന്നിട്ടില്ലേ? ഇന്നിപ്പോൾ എന്ത് ചെയ്യത്? കാരണം ബെർലിൻ വാള് ഇന്നിപ്പോൾ ഇയാൾക്ക് അറിഞ്ഞുകൂടാതായി തീർന്നിട്ടുണ്ട്. ബെർലിൻ വാളെന്ന് പറയുന്നത് അത് ഈ റഷ്യ തകർന്ന സമയത്താണ് ബെർലിൻ വാളും പോയത്. അത് മാറി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ജർമ്മനിയാണ് കേൾക്കുന്നത്. ആ മതിൽ കടക്കാൻ ശ്രമിച്ചത് എന്നാൽ ബന്ധുക്കൾ അപ്പുറത്തെ വീട്ടിൽ പോകാനാണ് ഈ ശ്രമിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. 47-ലെ യുദ്ധം, 46-ലെ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് ബെർലിൻ വാള്. അത് കാണാതെ പോയി. ഇന്നിപ്പോൾ അതിൻ്റെ ഓരോ കഷ്ണവും ഓരോ വീട്ടിലും സോവനിയറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ഇത്രയും അസംബന്ധം പിടിച്ച ഈ പാവം പിടിച്ച മനുഷ്യരെ തമ്മിലടിപ്പിച്ച് എരികേറ്റി ചെയ്യുന്ന സാധനം അല്ലാതെ ഇന്ന് ഒരു യുദ്ധത്തിൻ്റെ ആവശ്യം ലോകത്തില്ല. അതുകൊണ്ടാണ് ഈ ഉണ്ടാകുകയും പെട്ടെന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ അത് പറ്റും? ഒരു ഉദ്ദേശമില്ലേ യുദ്ധത്തിന്? ഒരു രാജ്യത്തിനെ പിടിക്കുക. പണ്ട് രാജാക്കന്മാരങ്ങനല്ലേ, ആ രാജ്യം പിടിക്കാനല്ലേ അവർ പോകുന്നത്. ഇന്ന് എന്തിനായിരുന്നു ഇപ്പോൾ ചെയ്തത്? ശരിക്കും ഇത്തരത്തിലൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയുടെ ആവശ്യകത മുഴുവൻ ആളുകൾ ഈ അകത്തിരിക്കുന്ന ഇന്റേണലായിരിക്കുന്ന ദരിദ്ര. ഇപ്പം ലോകത്തിൽ 1ാമത്തെ ധനമുള്ള രാജ്യമാണ് അമേരിക്ക. പിന്നെ അവിടെ ഈ വീടില്ലാതെ ആൾക്കാർ കിടക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? തന്നെ ആലോചിച്ച് നോക്കും. ലോകത്തിൽ 1ാമത്തെ അത്രയും സ്വത്തുണ്ടായിരുന്നു. നമുക്ക് 4 അതിൻ്റെ 4 പോയിട്ട് 100-1 സ്വത്തേ ഉള്ളൂ ഈ കേരളത്തിൽ ഉള്ളത്. ഇവിടെ റോഡിൽ വീടില്ലാതെ കിടക്കുന്ന ആൾക്കാരെ ഇയാളിപ്പോൾ കാണുന്നുണ്ടോ? വെറുതെ നോക്കിയാൽ മതി. ഒരു സാമാന്യ മര്യാദ കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ പൈസ എടുത്തിട്ട് ഈ വീട് വെച്ച് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ഈ സമയത്ത് കോടിക്കണക്കിന് രൂപ ഉള്ള കോടി രൂപയല്ല ഡോളറുള്ള അമേരിക്കയിൽ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വീടില്ലാതെ കിടക്കുന്നത്. ആ വീടില്ലാതെ കിടക്കുന്നവരാണ് മുഴുവൻ ഈ ഡ്രഗ് മുഴുവൻ ഉപയോഗിക്കുന്നത്. കാരണം അവന് ജീവിതത്തിന് അർത്ഥമില്ലാതായിട്ട് ആ ഡ്രഗ് കഴിക്കുന്നവരായിട്ട് മാറി. അല്ലെ, ഡ്രഗ് കഴിക്കുന്നവർ റോഡിൽ കിടക്കുകയല്ല. ഇതാണ് അവന്മാർ പ്രചരിപ്പിക്കുന്നത്.
നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ അങ്ങനെ ഡ്രഗ് കഴിച്ച് അവിടെ കിടക്കുന്നത്. ഡ്രഗ് അവർ കഴിക്കുന്നവരായിട്ട് മാറുന്നത് അവരുടെ ജീവിതത്തിനെ പറ്റി ഓർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വീടുകളിൽ താമസിച്ചിരുന്നവരാ കിടക്കുന്ന മുഴുവനും. ദരിദ്രവാസികൾ എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷേ ഇടത്തരക്കാരുടെ വാടക കൊടുക്കാൻ പറ്റാതെ പുറത്തായി പോയ ആൾക്കാരാണ് ആ കിടക്കുന്ന മുഴുവനും. ഒറ്റ പ്ലെയിനിൻ്റെ കാശ് ഈ അമേരിക്കയിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ കളയുന്നത്, അവിടുത്തെ ബോംബിൻ്റെ ആ ടെഹ്റാനിലിട്ട ബോംബിൻ്റെ കാശുണ്ടെങ്കിൽ ഇത്രയും പേരും പെരയ്ക്കകത്ത് താമസിക്കും. എന്ത് പ്രയോറിറ്റിയാണ് അവർക്കുള്ളത്? ഈ പാവം പിടിച്ച മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അവരുടെ കാശുകൾ മുഴുവൻ എടുത്ത് ഒരു വലിയ വിഭാഗം പണ്ട് രാജാക്കന്മാരെങ്ങനെ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന യുദ്ധങ്ങളെ ഇന്നേ ഉള്ളൂ. പണ്ടാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് ആ അപ്പുറത്തെ രാജ്യം നമുക്ക് അന്യമാണെന്നോ അവർ വരുന്ന ആരാണെന്നോ ഒക്കെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? അതെ, നമ്മൾ പറഞ്ഞ ആമസോൺ കാടിനകത്ത് ഇതുവരെ മനുഷ്യരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തവർ പോലും കോണ്ടാക്റ്റഡ് ആണ്. ഇനി ആരുമില്ല മനുഷ്യരാണെന്ന് അറിഞ്ഞുകൂടാത്ത. നമ്മളെല്ലാം ആഫ്രിക്കയിലുണ്ടെന്ന് അറിയുന്ന കാലത്തല്ലേ ഈ പഴയ രാജാക്കന്മാരുടെ യുക്തിക്കകത്ത് നിന്ന് ഇന്ന് ഈ രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന യുദ്ധങ്ങളാണ് ഇന്നുള്ളത്. യുദ്ധം ചെയ്യുന്ന യുദ്ധം വിറ്റ് യുദ്ധ ഉപകരണങ്ങൾ വിൽക്കുന്ന വ്യവസായം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പെട്ടിട്ടുള്ളത്. ഞാനിത് ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ ഈ വിഷയം പറയാറുള്ളത്. ലോകത്തുള്ള മറ്റു വ്യവസായവും വ്യാപാരവും ചെയ്യുന്നവർ കാശ് കൊടുത്ത് വാങ്ങി ഈ ഫാക്ടറികൾ, ഇതൊന്ന് ലാഭകരമായി ഓടുന്ന ഒരു ഫാക്ടറിയാണ്, നിർത്താൻ പറഞ്ഞാൽ നിർത്തത്തില്ല. വാങ്ങി എങ്ങനെയാണ് രാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് കൊടുത്ത് മാറ്റിയതുപോലെ ഇവർക്ക് അമിതമായി പൈസ കൊടുത്ത് അത് പിടിച്ച് പൂട്ടി നിർത്താമെങ്കിൽ യുദ്ധം നിൽക്കും. ആയുധങ്ങൾ വിൽക്കുന്നതിനകത്തെ വരുമാനം കൊണ്ടാണ് ഇന്ന് ഈ യുദ്ധങ്ങൾ നടത്തുന്നത്. അല്ലാതെ പണ്ട് കാലത്ത് അങ്ങനല്ല. പണ്ട് കാലത്ത് നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളുകളെ അറിഞ്ഞുകൂടാ, അവരുടെ രാജ്യം പിടിച്ച് നമുക്ക് സ്വത്തുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനല്ല. നമ്മൾ ഉണ്ടാക്കുന്ന കുരുമുളക് വിൽക്കുന്ന നാടാണ് യൂറോപ്പ്. നമ്മളുണ്ടാക്കുന്ന റബ്ബർ വിൽക്കുന്നതാണ് ലോകം മുഴുവൻ വിൽക്കാനുള്ളവരാണ് നമ്മൾ. നമുക്ക് മലേഷ്യക്കാരൻ പാം ഓയിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യക്കാരനും ചൈനക്കാരനും കൊടുക്കാനാണ്. ഇവിടെ ഉണ്ടാക്കുന്ന കാർ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ കൊടുക്കുന്നവരാണ്. ഫോർഡ് കാർ ഉണ്ടാക്കുന്ന ലോകം മുഴുവൻ കൊടുക്കാനുള്ളതാണ്. ഈ വ്യവസായവും വ്യാപാരവും മനുഷ്യരെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഈ ഒരു ദുരിതം പിടിച്ച എന്നാൽ ആയുധം വിൽക്കുന്ന വ്യവസായം നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആകെയുള്ള. അല്ലാതെ പരസ്പരം അറിഞ്ഞുകൂടാത്തതും പ്രശ്നമുള്ളവരൊന്നും അല്ല. നമ്മുടെ സാധനം മേടിക്കേണ്ടവരും നമ്മുടെ സാധനങ്ങൾ വിൽക്കേണ്ടതുമായ കമ്പോളങ്ങളാണ് അത് മുഴുവൻ. അവരവിടെ ആരോഗ്യകരമായും സമ്പത്തുള്ളവരായിട്ട് ഇരിക്കേണ്ട ആവശ്യം നമ്മുടേതാണ്. ചൈനക്കാരർ നമുക്ക് ഫോൺ വാങ്ങാനുള്ള കാശുള്ളവരായിട്ട് നമ്മളിരുന്നില്ലെങ്കിൽ അവരുടെ ഫോൺ എവിടെ വിൽക്കും? ഇങ്ങനെ പരസ്പരം അറിയുന്ന, പരസ്പരം യോജിച്ച് നിൽക്കാൻ പറ്റുന്ന, യോജിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലാതായി മാറിയിരിക്കുന്നത്. ഇതെല്ലാ സ്ഥലങ്ങളിലും പുത്തൻ ഈ ആയുധം വിൽക്കുന്ന പരിശോധിക്കുന്ന യുദ്ധങ്ങളല്ലാതെ, അമേരിക്ക മാത്രം ചെയ്ത യുദ്ധങ്ങളല്ലാതെ. അമേരിക്ക മാത്രമേ യുദ്ധം ചെയ്യുന്നുള്ളൂ, വേറെ ആരും ചെയ്യുന്നില്ല. നമ്മളത് അറിയണം. വിയറ്റ്നാമിൽ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഉണ്ടായ എല്ലാ യുദ്ധത്തിൻ്റെയും ഒരു വശത്തും അമേരിക്കയേ ഉള്ളൂ. അമേരിക്ക ചെയ്ത യുദ്ധങ്ങളേ ഉള്ളൂ. അത് അവർ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നതുകൊണ്ടാണ്, ആം ട്വിസ്റ്റ് ചെയ്യുന്നവരായതുകൊണ്ടാണ് ആ ചെയ്യുന്നത്. അല്ലാതെ വേറെ ആരും യുദ്ധം ചെയ്യുന്നില്ല. മറുവശത്ത് ഒരു വശത്ത് അമേരിക്കയാണ് എല്ലായിടത്തും. നിങ്ങൾ നോക്ക്, വിയറ്റ്നാം, ഇറാൻ, ഇറാഖ് സാധനത്തിന് അത് കോൺട്രാ ഡീല്. നമ്മൾ ആലോചിച്ചാണ് ഇറാന് എതിരായിട്ട് നിൽക്കുന്നതെന്നൊക്കെയായിരുന്നു അന്ന് പറയുന്നത്. എന്നിട്ട് കോൺട്രാ ഡീൽ ഉണ്ടാക്കിയതാരാണ്? ബുഷ്. ആർക്കാണ് ആയുധം കൊടുത്തത്? ഇറാൻ. ഇതൊക്കെ നമ്മൾ അറിയണം. ഈ നടന്ന ഈ കുവൈറ്റിലെ ഈ ഇറാഖുകാരൻ കയറുന്നതിൻ്റെ കാരണം പോലും അമേരിക്കക്കാരാണ്. അതിന് ഇറാഖുകാരന് അവസാനം വില കൊടുക്കേണ്ടി വന്നു. ഇത് മുഴുവൻ നമ്മളെ അത് മുഴുവൻ എഞ്ചിനീയർ ചെയ്തതാണ്. അത് കംപ്ലീറ്റ് സാധനം. ഇത്തരം ഡ്രാമകളും അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് വരുന്നത് ശരിക്കും ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ കൊച്ചു രാഷ്ട്രീയത്തിന്റെ ലോകമൊന്നുമല്ല ഞാൻ ഇപ്പൊ ഇവിടേക്ക് വരാണെങ്കിൽ പോലും ഇത്തരത്തില് ഇപ്പൊ പ്രഥമ ദൃഷ്ടിയിൽ അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവാണെന്ന് പറഞ്ഞ പോലെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള അന്തർധാര സജീവമായിട്ടിരിക്കുമ്പോഴും ഇത്തരം കൂടിച്ചേരലും യുദ്ധങ്ങൾക്ക് കൊണ്ട് നഷ്ടമാവുന്ന ശരിക്കും ഈ അണികളുടെ ജീവിതം. സാധാരണക്കാര് വില കൊടുക്കുന്നത് അത് പണ്ട് രാജാക്കന്മാർ ചെയ്തിരുന്നതാണിത്. അത് തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ സാധനത്തിനെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നതിനാണ് ഞാൻ എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നത്. ജനാധിപത്യത്തിന് വേണ്ടി നിന്നാൽ ഈ പറയുന്ന സംവിധാനം നിൽക്കത്തില്ല.
ഈ ലോകത്ത് ജനാധിപത്യം വരുന്നതിന് തടസ്സമായിട്ട് നിന്നത് ഈ രാജാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്, ഉണ്ടാക്കിയ സിസ്റ്റങ്ങളുണ്ട്. മറ്റുള്ള ആൾക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം തൊടാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം വർക്ക് ചെയ്യാത്തത്. ഇതുവരെ പഞ്ചായത്ത് വികസിപ്പിക്കാതെ ജില്ലാ വില്ലേജ് ഓഫീസ് അവിടെ നിർത്തിയിട്ടുണ്ട്, തഹസിൽദാരുടെ ഓഫീസ് അവിടെ നിൽപ്പുണ്ട്, കളക്ടറേറ്റ് അവിടെ നിൽപ്പുണ്ട്, ഗവർണർ അവിടെ നിൽപ്പുണ്ട്. എങ്ങനെ ജനാധിപത്യം ഉണ്ടാകും? ഇത് ആളുകളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളായത്. തെരഞ്ഞെടുപ്പില്ലാത്ത സ്ഥലങ്ങളാണത്. ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിലും ഈ സ്ഥാപനങ്ങളെല്ലാം വർക്ക് ചെയ്ത് നമ്മളെ ഭരിക്കും. ജനാധിപത്യത്തിൽ ഭരണമില്ലെന്നറിയണം. സേവനവും ക്രമീകരണമേ ഉള്ളൂ. ഭരിക്കാനായിട്ട് ജനപ്രതിനിധികളെ നമ്മളെന്തിനാണ് ഭരിക്കുക? എന്നാൽ പിന്നെ രാജാവിനെ എന്തിനു മാറ്റണോ? വെറുതെ ആലോചിച്ച് നോക്ക്, എന്തിനാ നമ്മൾ രാജാവിനെ മാറ്റണം? രാജാവിനെ പോലെ ഭരിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു രാജാവിനെ മാറ്റണം? പിണറായിയോ മോദിയോ പോയി ഇരിക്കുന്നത് എവിടെയാണ്? രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഇരിക്കുന്നത്. അവർ നമ്മളെ ഭരിക്കാനുണ്ടാക്കിയ സ്ഥലത്തായിരിക്കുന്നത്. ഇവിടുത്തെ പ്രസിഡന്റ്, മഹാന്മാരായ പ്രസിഡന്റന്മാരെന്നൊക്കെ പറയും, 350 മുറിയുള്ള കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. എന്തിനാണോ അവിടെ താമസിക്കുന്നത്? അത് മ്യൂസിയം ആക്കരുതോ? നാട്ടുകാർക്ക് താമസിക്കാൻ, വീടില്ലാത്തവന് താമസിക്കാൻ കൊടുക്കരുതോ? എന്തിനാണ് അവനൊക്കെ അവിടെ താമസിക്കുന്നത്? വെറുതെ ആലോചിക്കേ. ഈ മേഖല മനസ്സിലാക്കണം. ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നതാണ്. സുപ്രീം കോടതി എന്തിനാണ്? സുപ്രീം കോടതി നമുക്ക് എന്തിനാണ് സുപ്രീം കോടതി? സുപ്രീം ജനങ്ങൾ പരമാവധി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഇങ്ങനെയല്ലേ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് സുപ്രീം കോടതി ഉണ്ടാകുന്നത്? എന്താണ് ഈ സുപ്രീം? ഇതൊക്കെ രാജാക്കന്മാരുണ്ടാക്കിയതല്ലേ? ബ്രിട്ടീഷ് രാജാവ് ഉണ്ടാക്കിയതല്ലേ? അതെന്തിനാണ് നമ്മളത് തുടരുന്നത്? കോടതിയിൽ ഇപ്പം ചെന്നാലും ഒരു കസേര തനിക്ക് തരുമോ ഇരിക്കാൻ? ഈ മജിസ്ട്രേറ്റ് വരുമ്പോൾ എല്ലാവരും കൂടെ പഞ്ചപുച്ചവടക്കി എണ്ണീറ്റ് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇതൊന്നും ജനാധിപത്യമായിട്ട് ഒരു ബന്ധമില്ല. ഈ സംവിധാനങ്ങളാണ് തടസ്സം. ഇത് അഴിക്കണം. അഴിക്കാനാണ് പഞ്ചായത്ത് ഉണ്ടാക്കണമെന്ന് ശ്രമിച്ചത്. ത്രിതല പഞ്ചായത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, അവിടെ കിടപ്പുണ്ട്. ഒറ്റ ഒരുത്തൻ തിരഞ്ഞെടുക്കപ്പെടാതിരുന്നൂടാ. അക്കൗണ്ടബിളാണ്. ഇവിടെ നമ്മൾ അടുത്ത 10 കൊല്ലം 50 കൊല്ലം ഇലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരണം നടക്കത്തില്ലേ? അതാണ് ഭരണം. അല്ലാതെ നമ്മൾ എലക്ട് ചെയ്യുന്നതുകൊണ്ടല്ല ഭരണം. എലക്ട് ചെയ്ത ഭരണമൊന്നും താഴോട്ട് വരത്തില്ല. കാര്യമുണ്ട്, അത് ഈ രാജാവിൻ്റെ സിസ്റ്റത്തിലായിരിക്കുന്നത്. ഇതൊക്കെ അഴിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ മേഖല മനസ്സിലാക്കി പണിയെടുക്കാതെ ഉണ്ടാകത്തില്ല. അപ്പോഴാണ് നമ്മൾ ഈ റോഡിൽ കിടക്കുന്ന ആൾക്കാർക്ക് വീട് വരും. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുമ്പൊക്കെ അവിടെ ഇവിടെ ഇതിനകത്തോടെ ഇങ്ങനെ ഈ എന്താ പറയണ്ടേ, ഒരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പണികൾ തടസ്സം പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ബ്യൂറോക്രസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബ്യൂറോക്രസി ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്ത് നടക്കത്തില്ലെന്നാണ് പറയുന്നത്? എന്ത് നടക്കത്തില്ലെന്ന്? പകരം 100 എണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ ഈ കേരളം ഒരു രാജ്യമായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെട്ടെ. എന്നാൽ ഞാൻ വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം കേരളം രാജ്യമായിരുന്നെങ്കിൽ. പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ അവന്മാർ എന്നെ പൊക്കി ആ തീകാർ ജയിലിൽ കൊണ്ടുപോയി ഇടും. അതുകൊണ്ടാണ് അത് പറ്റാത്തത്. ഇപ്പം നോക്കിയാൽ മതി. സെൻട്രൽ ഗവൺമെൻറ് എന്തോ ഈ സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ ഇത് ഫെഡറൽ സ്റ്റേറ്റുകളാണ്. യൂണിയൻ ഗവൺമെൻറ് എന്നാണ് അതിനെ പറയേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അവിടെ ഇരുന്നിട്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പോലെ ഭരിക്കുകയാണ്. വടക്കേന്ത്യക്കാർ ഭരിക്കുന്ന ഒരു രാജ്യമാണിത്. ഇപ്പോൾ ഒരിക്കലും ഇവിടെ ഉള്ളവർ അവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടി അവർ ആ സീറ്റ് അറേഞ്ച്മെൻറ്റും കൂടെ മാറ്റുന്നുണ്ട്. ഒരു ബ്രിട്ടീഷുകാരും പോയിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് പകരം ഭരിക്കുന്നവരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഈ ഭരണമാണെന്ന് ഒഴിവാക്കേണ്ടത്. ജനാധിപത്യപരമായിട്ടുള്ള 100 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് സമാന്തരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്നത് ഈ ഗ്രാമസഭയിൽ ഇയാൾ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പോകാതിരിക്കുന്നത്? അത് ആവശ്യമാണെന്ന് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. സ്കൂളിൽ പഠിപ്പിക്കത്തില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്ത്? നട്ടും ബോൾട്ടും ഒക്കെ മുറുക്കാനും വല്ലവൻ്റെ തൊഴിലെടുക്കാനുമാണ് ഈ പഠിപ്പിക്കുന്നത്. അതാണ് പഠിത്തമാണെന്ന് വയ്ക്കുന്നത്. 25 വർഷം പഠിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത വിദ്യാഭ്യാസമാണ്. വല്ലവനും പിടിച്ച് ജോലി തരണ്ടേ? 25 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണിത്. വിദ്യാഭ്യാസവും ആരംഭിക്കത്തില്ല. അവിടെ ഇപ്പോഴും കൂട്ടപ്രാർത്ഥനയാണ്.
ഭരണഘടന വായിച്ചിട്ടുള്ള ഒരു സ്കൂളുണ്ടോ? എൻ്റെ അറിവിലില്ല. ഇത് തന്നെയാണ്. ഇതൊക്കെയാണ് 1950 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അനുഭവിച്ച ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുണ്ടോ? ഈ മുന്നേ വന്നിരിക്കുന്ന അയാൾ പ്രജയല്ല പൗരനാണെന്ന് തോന്നി ഏതെങ്കിലും പോലീസുകാരനുണ്ടാവുമോ? ഏതെങ്കിലും വില്ലേജ് ഓഫീസിലുണ്ടാവുമോ? ഏതെങ്കിലും കോടതിയിൽ ഉള്ളതിനെ ഒരു ജഡ്ജി അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെയും ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം? ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇരുന്നവന്മാരായി ഇരുന്നുകൊണ്ടിരിക്കുന്നേ. അവരുടെ കുടുംബങ്ങളാണ് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെല്ലാം ഡോക്ടർമാരാക്കും, എഞ്ചിനീയർമാരാക്കും, ജഡ്ജിമാരാക്കും. ഇതാ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങൾ നോക്കിയാൽ മതി. നല്ല തമാശ ഇതൊക്കെ. നമ്മൾ എന്നിട്ട് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നതെന്നാണല്ലോ ഇയാളുടെ വിചാരം. ബ്രിട്ടീഷുകാർ പോയിട്ടില്ല. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പോഴും. പുതിയ കുപ്പിയിൽ വീഞ്ഞാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ബ്രിട്ടീഷുകാർ പുറകോട്ട് പോയ രാജ്യങ്ങളിൽ അവരുടെ കാല് വെച്ച സ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നിട്ടേ ഇല്ല. അതങ്ങനെ തന്നെ അറിയണം. പോയ സ്ഥലങ്ങളാണ് ഈ ഇസ്രയേൽ ഉണ്ടായത്, ഹോങ്കോങ് ഉണ്ടായത്, സിംഗപ്പൂർ ഉണ്ടായത്. ഇതൊക്കെ ബ്രിട്ടീഷ് കോളനികളാണ്. അവർ പോയെടുത്ത് അവർക്കൊരു കാൽപ്പാട് അവിടെ നിർത്തുന്നതാണ്. അതുകൊണ്ടാണ് മലേഷ്യക്കാരൻ്റെ രാജ്യം അല്ലാതെ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായത്, ഹോങ്കോങ് ഉണ്ടായത്, തൈവാൻ ഉണ്ടായത്. ഇവർ പോയ വഴിയിൽ അവരുടെ ഇട്ട കാൽപ്പാടുകളാണതല്ല. അങ്ങനെയാണ് ഇസ്രയേൽ ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ കാലാണത്, അല്ലാതെ വേറെ സ്ഥലമൊന്നുമല്ല അത്. അല്ലാതെ അതൊക്കെ രാജ്യം വേറെയാണെന്ന് ഇസ്രയേൽ രാജ്യം ഉണ്ടായിരുന്നു. എന്തിവിടുന്നുണ്ടായി? പാലസ്തീൻ രാജ്യം ഉണ്ടായിരുന്നിടത്ത് ഒരു ദിവസം തന്നെ വീടിൻ്റെ മുൻവശത്ത് ഓരോരുത്തന്മാർ ടെൻ്റ് അടിച്ചങ്ങ് താമസിക്കാൻ തുടങ്ങുകയാണ്. ഇത് ഞാൻ 2000 കൊല്ലം ഞങ്ങൾ ഇവിടുന്ന് പോയാണെന്ന്. ഇത് മുഴുവൻ കാശ് കൊടുത്ത് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനമുള്ള ആൾക്കാരായിരുന്നു അവരാണ് അവിടെ പോയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അറിയണം. ഇതൊക്കെ ചെയ്തെടുത്തത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഭൂമി മുഴുവൻ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. 750 സൈനിക താവളം അമേരിക്കയ്ക്കുണ്ട്. 240 മറ്റോ ഇംഗ്ലണ്ടിനുമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ 1000 ആയി. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്നാൽ 100 ബാക്കി മുഴുവൻ പേരും കൂടെ ചേർന്നാൽ 100. ചൈനയ്ക്ക് ഒരെണ്ണം ഉണ്ടായെന്ന് ഇവന്മാർ കണ്ടെത്തുന്നുണ്ട് മൈക്രോസ്കോപ്പ് വെച്ച്. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. ഈ അങ്ങനെ മുഴുവൻ ആൾക്കാർ. അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ട്രംപ് വിളിച്ച് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നത്. ഈ 1000 എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻ യൂണിയൻ ഇവർ വിട്ടത്? യു കെ വിട്ടത് അമേരിക്കയായിട്ട് ചേർന്ന് നിൽക്കാൻ. അവർ രണ്ടുപേരും കൂടെയാണ് ലോകം നിർണ്ണയിക്കുന്നത്. അത്രയും അർത്ഥമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും കൂടെ ഇവിടെ ജനാധിപത്യപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല. ജനാധിപത്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രാജ്യങ്ങളാണ് ഇത് രണ്ടും. എന്താണ് ഇപ്പോഴും അവിടെ രാജകുമാരനും രാജ്ഞിയൊക്കെ ഇംഗ്ലണ്ടിൽ ജനാധിപത്യമാണെങ്കിൽ ഇരിക്കുന്നത്? അതാവുമ്പോൾ വിടത്തില്ല. നാട്ടുകാർക്ക് കാണാനാണ് അവരെ വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നും കാണാൻ പറ്റും. പക്ഷെ അതെന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടത്. അത് അവർ അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ളവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.